സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ്. 50 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്കും 2 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, MBO ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് ഓർ എ വർക്ക് ഓറിയൻറ്റഡ് പ്രോസസ്. കമൻറ്റ്. MBO മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണോ അതോ ഒരു വർക്ക് ഓറിയൻറ്റഡ് പ്രോസസ്സാണോ? ആൻസർ നോക്കാം. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ബൈ ഡെഫിനിഷൻ ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് ആൻഡ് നോട്ട് എ വർക്ക് ഓറിയൻറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്, അല്ലാണ്ട് ഒരു വർക്ക് ഓറിയൻറ്റഡ് പ്രോസസ്സ് അല്ല. MBO focus attention on what must be accomplished rather than on how it is to be accomplished. ഒരിക്കലും MBO ഫോക്കസ് ചെയ്യണത് എങ്ങനെ ഇത് നേടണമെന്നല്ല, വാട്ട് മസ്റ്റ് ബി അക്കംപ്ലിഷ്ഡ്, എന്ത് ചെയ്യണം അത് മാത്രമേ നോക്കുകയുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ മെത്തേഡ് എന്താണെന്ന് അവർ നോക്കുന്നില്ല. ഇറ്റ് എൻഷ്യൂർ പാർട്ടിസിപ്പേഷൻ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ ദ ഗോൾ സെറ്റിംഗ് പ്രോസസ്. ഈ ഒരു MBOൻ്റെ മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ മാക്സിമം സബോർഡിനേറ്റ്സെ കൊണ്ട് ഈ ഗോൾ സെറ്റിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഗോൾ സെറ്റിംഗ്, പീരിയോഡിക് അപ്രൈസൽ ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ഗോൾ ആൻഡ് പെർഫോമൻസ്. ഈ MBO എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്താ ചെയ്യുന്നത്? ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, പീരിയോഡിക്കായിട്ട് അപ്രൈസൽ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഗോളും അതിൻ്റെ പെർഫോമൻസൊക്കെ മോഡിഫിക്കേഷൻസും ചേഞ്ചസൊക്കെ വരുത്തുന്നുണ്ട്. MBO is defined as a process by which management intend to achieve the best result through active participation of all its workers. MBOൻ്റെ ആ ഒരു ഡെഫിനേഷൻ പറയാൻ എന്താ പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ്, ഒരു പ്രോസസ്സാണ് MBO എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് അവിടെ ആ ഓർഗനൈസേഷൻ്റെ ബെസ്റ്റ് റിസൾട്ട് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് വർക്കേഴ്സ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെ ആ ഒരു ബിസിനസ്സിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാനാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് MBO എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി MBOൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് നോക്കാം. മെയിൻ ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് വണ്ണാണ് ടു എൻഷ്യൂർ ആൻഡ് ജഡ്ജ് പെർഫോമൻസ്. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മെഷർ ചെയ്യുക, പെർഫോമൻസ് മെഷർ ചെയ്യുക, അതേപോലെ തന്നെ ജഡ്ജ് ചെയ്യുക. രണ്ടാമത്തത് ടു കമ്പൈൻ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ടു ഓർഗനൈസേഷണൽ ഗോള്. ഓരോ ഇൻഡിവിജ്വൽ പെർഫോമൻസിനെയും ഓർഗനൈസേഷൻ ഗോളിലേക്ക് മാറ്റുക, അതിനെ കമ്പൈൻ ചെയ്ത് അതിനൊരു ഓർഗനൈസേഷൻ ഗോളാക്കി മാറ്റുക. ടു ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ്. സുപ്പീരിയർ സബോർഡിനേറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. ടു സെർവ് ആസ് എ ബേസിസ് ഫോർ ജഡ്ജ്മെൻറ്റ് അബൌട്ട് സാലറി ആൻഡ് പ്രൊമോഷൻ. MBOൻ്റെ ഹെൽപ്പോടെ കൃത്യമായിട്ട് ഓരോ വർക്കേഴ്സിന് കിട്ടേണ്ട സാലറിയും പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാത്തെ പറ്റി ജഡ്ജ്മെൻറ്റ് നടത്തുക. എന്തൊക്കെയാണ് ഇതിൻ്റെ MBOൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. ഇറ്റ് ഇംപ്രൂവ് പ്ലാനിങ്. നമ്മുടെ കമ്പനിയിലെ പ്ലാനിങ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ക്രിയേറ്റ് ബെറ്റർ മാനേജ്മെൻറ്റ്, നല്ല ബെറ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ഇനി എന്തെല്ലാമാണ് നമ്മുടെ കമ്മിറ്റി ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്? അതാണ് രണ്ടാമത്തെ essay ക്വസ്റ്റ്യൻ. മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്മിറ്റി ഓർഗനൈസേഷൻ. Committee is a kind of organization. It may be defined as a group of people who take decision or present point of view whose conduct is governed by a set of rules. ഓർഗനൈസേഷൻ്റെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. ഗ്രൂപ്പ് പീപ്പിൾ ഒന്നിച്ച് വന്നായിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ വ്യൂ പോയിൻറ്റ്സ് ആയിരിക്കും അവിടെ പ്രസൻറ്റ് ചെയ്യുക. ഇവരെല്ലാവരെയും ഗവേൺ ചെയ്യുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും. എ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ എന്തുണ്ട്? കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. ഇറ്റ് ഈസ് സെറ്റ് അപ്പ് ടു പെർഫോം സർട്ടൺ സ്പെസിഫിക് ഡ്യൂട്ടി. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമ്മിറ്റീസ് ഫോം ചെയ്യുന്നത്. ഇനി എന്തെല്ലാമാണ് ഈ കമ്മിറ്റി ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ബ്രിങ്ങിങ് ടുഗെദർ ദ നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ നമ്പർ ഓഫ് പേഴ്സൺസ് ടു സോൾവ് മെനി ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. അപ്പോൾ ഈ കമ്മിറ്റിയിലൂടെ അതൊരു എഫക്റ്റീവ് മെത്തേഡാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചേർന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് എല്ലാവർക്കും ഡിഫറെൻറ്റ് നോളജസും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ നോളജും എക്സ്പീരിയൻസും യൂസ് ചെയ്ത് പല ഡിഫിക്കൽട്ട് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ സാധിക്കും. കമ്മിറ്റി അലോ ദ എംപ്ലോയീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതേപോലെ തന്നെ കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൊണ്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദസ് ദേ ഹാവ് ടു ഇംപ്രൂവ് ദ ലോയാലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അങ്ങനെ നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അവർ കമ്പനിയോടുള്ള ലോയാലിറ്റിയും അതുപോലെ കമ്മിറ്റ്മെൻറ്റും കൂടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. Next point, a committee serve as an important tool to bring together different department managers together. So they act as a tool of coordination. കമ്മിറ്റിയുടെ ഹെൽപ്പോടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്?
ഒരു വലിയ കമ്പനി ആകുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സിനെ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവന്ന് അവിടെ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി കമ്മിറ്റിക്ക് സാധിക്കും. By giving representation to various interest group, committee avoid conflict and improve togetherness of the group. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ കുറേ വേരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ എല്ലാ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെയും ഒന്നിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് തല്ല് ഉണ്ടാവാണ്ടാവാണ്. അങ്ങനെ തല്ല് അവോയ്ഡ് ചെയ്യുമ്പോൾ അതെന്ത് കൂട്ടുന്നു? ആ ഗ്രൂപ്പിൻ്റെ ടുഗദർനെസ് ഇമ്പ്രൂവ് ആക്കുന്നു. കമ്മിറ്റി ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ക്വിക്കലി. അതേപോലെ തന്നെ പോളിസികളും പ്രോഗ്രാംസും വളരെ ക്വിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ടു അവോയ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ടു മച്ച് അതോറിറ്റി ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റിയിൽ എല്ലാവരും ഒന്നിച്ചുകൂടി ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ കയ്യിലല്ല ഫുൾ അതോറിറ്റി ഇരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടു മച്ച് അതോറിറ്റി ഒരു സിംഗിൾ ഹാൻഡ് ആ ഒരു സംഭവം തന്നെ അവോയ്ഡ് ചെയ്യുന്നു. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കൂടി നോക്കാം. കമ്മിറ്റി ആർ എക്സ്പെൻസീവ് ഇൻ ടേം ഓഫ് മണി. എന്താണ്? കമ്മിറ്റി വളരെ എക്സ്പെൻസീവ് ആണ് ഫോം ചെയ്യാൻ വേണ്ടി. കാരണം ദേ റിക്വയർ ഹെവി എക്സ്പെൻസ് ലൈക്ക് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റിഫ്രഷ്മെൻറ്റ് എക്സെട്ര. കുറേ ഹെവി എക്സ്പെൻസുകൾ അവർക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. രണ്ടാം പോയിന്റ്, കമ്മിറ്റി ഫംഗ്ഷൻ ഈസ് വെരി സ്ലോ, ഇറ്റ് കാനോട്ട് ടേക്ക് ക്വിക്ക് ഡിസിഷൻ. നമുക്കറിയാം കമ്മിറ്റിയിൽ എല്ലാവരും ഒന്നിച്ച് കൂടി ഡിസിഷൻ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ പെട്ടെന്ന് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി കമ്മിറ്റിക്ക് സാധിക്കില്ല. കമ്മിറ്റി ആർ സംടൈംസ് മിസ്യൂസ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അതേപോലെ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് കമ്മിറ്റീനെ മിക്കപ്പോഴും മിസ്യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് തേർഡ് ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആർ വൺ ആൻഡ് സെയിം. ഡു യു എഗ്രി? വാലിഡേറ്റ് യുവർ കമൻറ്റ്. ലീഡർഷിപ്പും അതേപോലെ മാനേജ്മെൻറ്റും വൺ ആൻഡ് സെയിം ഒന്ന് തന്നെയാണെന്ന് പറയണത്. അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജേഴ്സ് ആൻഡ് ലീഡേഴ്സ് ബോത്ത് ഹാവ് പ്രൈമറി ഫോക്കസ് ഓഫ് ഇംപ്രൂവിങ് ദ ഓർഗനൈസേഷൻ. മാനേജേഴ്സ് ആയിക്കോട്ടെ ലീഡേഴ്സ് ആയിക്കോട്ടെ അവർ രണ്ടുപേരുടെയും പ്രൈമറി ഫോക്കസ് എന്താണ്? ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. ദി സെറ്റ് ദ കമ്പനി സ്ട്രാറ്റജി ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. രണ്ടുപേരും മാനേജേഴ്സ് ആയിക്കോട്ടെ ലീഡേഴ്സ് ആയിക്കോട്ടെ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്? കമ്പനി സ്ട്രാറ്റജി സെറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സെറ്റ് ചെയ്യുന്നത്. ബോത്ത് മാനേജേഴ്സ് ആൻഡ് ലീഡേഴ്സ് കമ്മ്യൂണിക്കേറ്റ് പോളിസി ആൻഡ് ചേഞ്ചസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. മാനേജേഴ്സും ലീഡേഴ്സും എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ? കമ്പനിയിലെ പോളിസികളും അതേപോലെ തന്നെ കമ്പനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. ദേ ക്യാൻ ബോത്ത് അൺലോക്ക് ദ ട്രൂ പൊട്ടൻഷ്യൽ ഓഫ് ജൂനിയർ എംപ്ലോയീസ്. മാനേജേഴ്സിനും അതേപോലെ ലീഡേഴ്സിനും അവരുടെ കീഴിലുള്ള ജൂനിയർ എംപ്ലോയീസിൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവ് എന്താണെന്ന് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിക്കും. പൊസിഷൻ ഫോർ മാനേജേഴ്സ് റിക്വയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ, സെയിം വിത്ത് ലീഡർഷിപ്പ് ഇൻ സം കേസസ്. മാനേജറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എഡ്യൂക്കേഷൻ വേണം, സ്കില്ലും വേണം, അതേപോലെ തന്നെ കുറച്ചൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും വേണം. ബോത്ത് ക്യാൻ ഗെറ്റ് ഇൻവോൾവ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ലീഡേഴ്സിനായാലും മാനേജേഴ്സിനായാലും കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവർക്ക് കൃത്യമായിട്ട് ഇൻവോൾവ് ആവാൻ വേണ്ടി സാധിക്കും. Both these positions are very important and sometimes managers can assume leaders also role vice versa. രണ്ട് പൊസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജർ ഇടയ്ക്ക് ലീഡറാവും, ലീഡർ ഇടയ്ക്ക് മാനേജറാവും. പീപ്പിൾ നീഡ് മാനേജേഴ്സ് ടു എക്സിക്യൂട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ആൾക്കാർക്ക് എന്ത് വേണം? മാനേജർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോവുള്ളൂ. ലീഡർ ടു ടേക്ക് ഓൺ ദ റിസ്ക് ആൻഡ് ബിൽഡ് സീനിയർ എംപ്ലോയീസ്. അതേപോലെ എന്താണ്? ലീഡേഴ്സിനെ കൊണ്ട് എന്താ ഗുണം? കൃത്യമായിട്ട് റിസ്ക് വരുമ്പോൾ റിസ്ക് ഫേസ് ചെയ്യാനും അതേപോലെ നല്ല നല്ല എംപ്ലോയീസിനെ ബിൽഡ് ചെയ്യാനും ലീഡേഴ്സിന് സാധിക്കും. ഇനി നാലാമത്തെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ആണ്, TQM ഈസ് എ കോർപ്പറേറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് ഫിലോസഫി. ഡു യു എഗ്രി? Yes, TQM is a corporate business management philosophy which recognizes the customer need and business goal are inseparable. TQM എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് ഫിലോസഫി തന്നെയാണ്. അതുപോലെ തന്നെ അതെന്ത് ചെയ്യണത്? കസ്റ്റമർ നീഡും അതേപോലെ തന്നെ ബിസിനസ് ഗോളും രണ്ടും ഇൻസെപ്പറബിൾ ആണെന്നാണ് പറയുന്നത്. TQM refers to the deep commitment of the organization to improve and maintain quality of product and services. DQM എന്ന് പറയുമ്പോൾ അവിടെ ഡീപ്പ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് എന്തിനു വേണ്ടിയാണ്? ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും സർവീസസും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അവരുടെ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി TQMൻ്റെ ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും ടെക്നിക്സും നോക്കാം. ഫസ്റ്റാണ് ഫീച്ചേഴ്സ്. TQM ഈസ് എ കസ്റ്റമർ ഓറിയൻറ്റഡ്. എപ്പോഴും TQM എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. ഇറ്റ് ഫോക്കസ് ഓൺ കസ്റ്റമർ റിക്വയർമെൻറ്റ് ആൻഡ് ദർ സാറ്റിസ്ഫാക്ഷൻ. മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ റിക്വയർമെൻറ്റും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെയാണ്. TQM റിക്വയർ എ ലോങ് കമ്മിറ്റ്മെൻറ്റ്. എപ്പോൾ അതെന്താണ്? പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല, അതൊരു ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. സക്സസ് ഓഫ് TQM ഡിപ്പെൻഡ് ഓൺ കമ്മിറ്റ്മെൻറ്റ്, ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ TQM സക്സസ് ചെയ്യുന്നപ്പോഴാണ് കൃത്യമായിട്ട് കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കുമ്പോഴും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളപ്പോഴും അതേപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻറ്റും വരുമ്പോഴാണ് TQM സക്സസ്ഫുൾ ആവുന്നത്. എന്തൊക്കെയാണ് TQMൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നോക്കാം. കസ്റ്റമേഴ്സ് നീഡ് മസ്റ്റ് ബി മെറ്റ് ഇൻ ടൈം, റെഗുലർലി ആൻഡ് ഫുള്ളി. എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ കറക്റ്റ് ടൈമിൽ റെഗുലറായിട്ടും അത് ഫുള്ളായിട്ടും മീറ്റ് ചെയ്തിരിക്കണം.
എംപ്ലോയി ഡു നോട്ട് ഡു ആൻ എറർ ഫ്രീ വർക്ക്. എന്താണ്? എംപ്ലോയി കൃത്യമായിട്ട് എറർ ഒന്നും ഇല്ലാത്ത വർക്ക്, മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്ത വർക്കുകളും ചെയ്യാൻ വേണ്ടി. കോസ്റ്റ് ഓഫ് ക്വാളിറ്റി മസ്റ്റ് ബി മെഷേർഡ് പ്രോപ്പർലി. അതേപോലെ തന്നെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്തിരിക്കണം. ടെക്നിക്സ് ആണ് മെയിനായിട്ട് TQMന് 3 ടെക്നിക്സ് ഉള്ളത്: റീ എഞ്ചിനീയറിംഗ്, ബെഞ്ച് മാർക്കിംഗ് ആൻഡ് എംപവർമെൻറ്റ്. ഫസ്റ്റ് ഒന്നാണ് റീ എഞ്ചിനീയറിംഗ്, ടോട്ടൽ റിവൈസിങ് ഓഫ് ഓപ്പറേഷൻ. ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷനും ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ അതാണ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കമ്പയറിംഗ് വർക്ക് വിത്ത് ദ ബെസ്റ്റ് വണ്ണ്. നമ്മൾ ചെയ്ത വർക്കിനെ ഏറ്റവും ബെസ്റ്റ് വണ്ണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് എംപവർമെൻറ്റ്. അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻ വിത്തിൻ വൺ ഏരിയാസ് ഓപ്പറേഷൻ. നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനാണ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളാണ് TQMൻ്റെ മെയിനായിട്ട് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടെ ഇമ്പോർട്ടൻറ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ആർ ദ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? എന്തെല്ലാമാണ് മാനേജ്മെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ? ഓർഗനൈസിംഗ് മീൻസ് ബ്രിങ്ങിങ് ടുഗെദർ നെസസറി മെൻ, മെഷീൻ, മെറ്റീരിയൽ ആൻഡ് മണി ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്. നമ്മൾ ബിസിനസ്സിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മെൻ, മെഷീൻ, മെറ്റീരിയൽ, മണി ഇതിലെല്ലാത്തിനെ ഒന്നിച്ച് കൊണ്ടുവരുന്ന വിളിക്കുന്ന പേരാണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഹാർമോണിയസ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ എൻ്റർപ്രൈസ്. നമ്മുടെ എൻ്റർപ്രൈസിലെ മെമ്പേഴ്സിനിടയിലുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഹാർമോണിയസ് ആക്കാനും കൂടിയാണ് ഓർഗനൈസിംഗ് ശ്രമിക്കുന്നത്. ഇനി ദ ഫംഗ്ഷൻസ് ഓഫ് ഓർഗനൈസിംഗ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് നോക്കാം. ഡിറ്റർമൈനിങ് ആൻഡ് ഡിഫൈനിങ് ദ ആക്ടിവിറ്റീസ്. കൃത്യമായിട്ട് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുക, അത് ഡിഫൈൻ ചെയ്യാം. ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ്. അതിങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിലെ ഓരോ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുക. അസൈനിങ് ഡ്യൂട്ടീസ്. ഇനി ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഡിഫൈനിങ് ആൻഡ് ഫിക്സിങ് റെസ്പോൺസിബിലിറ്റി ഫോർ പെർഫോമൻസ്. ഇനി അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്ത് ആദ്യം പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്: എക്സ്പ്ലെയിൻ ദ ടേം വർക്ക് സ്റ്റഡി. എന്താണ് വർക്ക് സ്റ്റഡി? വർക്ക് സ്റ്റഡി ഇംപ്ലൈസ് അനാലിസിസ് ഓഫ് ദ വർക്ക് ടു ബി ഡൺ പെർഫോം ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി ഓപ്പറേഷൻ ആൻഡ് ഫൈൻഡിങ് ഓഫ് ദ ക്വിക്കർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. വർക്ക് സ്റ്റഡി എന്താണ്? എങ്ങനെ ഒരു വർക്ക് നമുക്ക് ഭംഗിയായി പൂർത്തീകരിക്കാം ബൈ അവോയ്ഡിങ്, എലിമിനേറ്റിംഗ് അൺനെസസറി ഓപ്പറേഷൻ. അനാവശ്യമായ ഓപ്പറേഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഏറ്റവും ക്വിക്കറായിട്ട് എങ്ങനെ നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പഠിക്കുന്നതാണ് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ ആൻഡ് അൺനെസസറി ഓപ്പറേഷൻ. ആവശ്യമില്ലാത്തതും അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് എഫേർട്ടൊക്കെ റെഡ്യൂസ് ചെയ്ത് മാക്സിമം ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യുക. അതൊക്കെയാണ് വർക്ക് സ്റ്റഡിയിൽ മെയിനായിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെ ടെക്നിക്സാണ് വർക്ക് സ്റ്റഡി യൂസ് ചെയ്യണം നോക്കാം. മെയിനായിട്ട് 4 ടെക്നിക്സ് ഉള്ള: മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡി? ദിസ് സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് ടു നോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് പഠിക്കുന്നതാണ് മെത്തേഡ് സ്റ്റഡി. എന്താണ് മോഷൻ സ്റ്റഡി? ഇറ്റ്സ് പർപ്പസ് ഇസ് ടു എലിമിനേറ്റ് യൂസ്ലെസ് മോഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. യൂസ്ലെസ് ആയിട്ടുള്ള അനക്കങ്ങൾ, മൂവ്മെൻറ്റ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡിലൂടെ എങ്ങനെ ഒരു ജോബ് ചെയ്യാം എന്ന് പഠിക്കുന്നതാണ് മോഷൻ സ്റ്റഡി. അടുത്താണ് ടൈം സ്റ്റഡി. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിങ് ദ സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു ഡു എ പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി എന്തോരം ടൈം വേണം, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റഡി വിളിക്കുന്ന പേരാണ് ടൈം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: സ്റ്റേറ്റ് ദ നേച്ചർ ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ നേച്ചർ സ്റ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എ മെൻ്റൽ വർക്ക്, നോട്ട് എ മാനുവൽ വർക്ക്. അതുപോലെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ വർക്കാണ്. നമ്മൾ മൈൻഡ് വെച്ചാൽ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ചാണ്, അല്ലാണ്ട് ഒരിക്കലും അതൊരു മാനുവൽ വർക്കല്ല. പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. പ്ലാനിങ് ഈസ് മീനിങ്ലെസ് ഇറ്റ് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്. എപ്പോഴും പ്ലാനിങ്ങിൽ എന്തുണ്ട്? ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. എപ്പോഴും ഒരു ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. എന്താണ്? നമ്മുടെ മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാനിങ് ഈസ് ഡയറക്റ്റ് ടുവേഴ്സ് എഫിഷ്യൻസി ആൻഡ് എക്കോണമി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എഫിഷ്യൻസി കൊണ്ടുവരാനും അതേപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാനും വേണ്ടിയാണ് പ്ലാനിങ് നടത്തുന്നത്. പ്ലാനിങ് റിക്വയർസ് ഫ്ലെക്സിബിലിറ്റി. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലെക്സിബിൾ ആയിരിക്കണം. പ്ലാനിങ് ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ബിസിനസ് എൻവയോൺമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അഡാപ്റ്റ് ചെയ്ത രീതിയിൽ വേണം പ്ലാനിങ് എപ്പോഴും നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓൾവേസ് പ്ലാനിങ് റിക്വയർസ് ഫ്ലെക്സിബിലിറ്റി. പ്ലാനിങ് ഈസ് ഓൾ പെർവേസീവ്. എന്താർത്ഥം? എവിടെ നോക്കിയാലും പ്ലാനിങ് കാണാൻ പറ്റും. ഏത് ലെവൽ നോക്കിയാലും, ഇപ്പോൾ ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, പ്ലാനിങ് കാണാൻ പറ്റും. അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡിങ്ങോ മാനുഫാക്ചറിങ്ങോ സർവീസോ എവിടെയാണെങ്കിലും പ്ലാനിങ് അത്യാവശ്യമാണ്.
നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. 8th ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഹൗ പോളിസീസ് ആർ ഫോർമുലേറ്റഡ് ഇൻ ജനറൽ. എങ്ങനെയാണ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? സ്റ്റെപ്സ് ഇൻ പോളിസി ഫോർമുലേഷൻ. ഒന്നാമത്തെയാണ് ഡിഫൈൻ ദ ഏരിയ വോർ ദ പോളിസീസ് അപ്ലൈഡ്. എവിടെയാണ് പോളിസി അപ്ലൈ ചെയ്യേണ്ടത് ആ ഏരിയ ഡിഫൈൻ ചെയ്യുക. ജനറേഷൻ ഓഫ് പോളിസി ഓൾട്ടർനേറ്റീവ്സ്, അതേപോലെ തന്നെ പോളിസിയുടെ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് നോക്കുക, ജനറേറ്റ് ചെയ്യണം. പിന്നെന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുക, പോളിസി ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് പോളിസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 8th ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി 2 പോയിന്റ് കൂടി ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് പോളിസി ആൻഡ് പോളിസി റിവ്യൂ ആൻഡ് അപ്രൈസൽ. എന്താണ് പോളിസി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക, ആ പോളിസി അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ പോളിസി റിവ്യൂ ചെയ്ത് അപ്രൈസൽ ചെയ്യുക. ഓക്കെ. ഇനി 9th ക്വസ്റ്റ്യൻ ആണ് മെൻഷൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ മാനുവൽ. ഇനി ഓർഗനൈസേഷൻ മാനുവലിൻ്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണ്? ആൻഡ് ഓർഗനൈസേഷൻ മാനുവൽ ഇൻക്ലൂഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ജോബ് ആൻഡ് അതർ ഇൻഫോർമേഷൻ. ഒരു ഓർഗനൈസേഷൻ മാനുവൽ എന്തുണ്ടാവുക? ഓരോ ജോബിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസും അതേപോലെ തന്നെ അതിൻ്റെ ഇൻഫോർമേഷൻസും. ഇറ്റ് ഈസ് എ ഗൈഡ് ടു ദ കമ്പനീസ് ഓർഗനൈസേഷൻ. ആ കമ്പനിയുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതിൻ്റെ പറയുന്നൊരു ഗൈഡാണ് ഈ ഓർഗനൈസേഷൻ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ലിമിറ്റേഷൻസ് നോക്കാം. സ്മോൾ കൺസേൺ കനോട്ട് അഫോർഡ് ടു ഹാവ് എ മാനുവൽ സിൻസ് ഇറ്റ്സ് പ്രിപ്പറേഷൻ ഇസ് എ കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ചെറിയ ബിസിനസ്സുകൾക്കൊന്നും ഇതുപോലത്തുള്ള മാനുവൽ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം വളരെ കോസ്റ്റ്ലിയും അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ്. മാനുവൽ ബ്രിങ്സ് റിജിഡിറ്റി ഇൻ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ മാനുവൽ റിജിഡിറ്റി കൊണ്ടുവരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഴുതിയേക്കുന്ന പോലെ മാത്രമേ പിന്നെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ മാനുവൽസ് മിക്കവരും ഉണ്ടാക്കാറില്ല. ഇനി 10th ക്വസ്റ്റ്യൻ ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആർ ദ ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കമൻറ്റ്. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ 2 ഓപ്പോസിറ്റ് എൻഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറ്റി കമൻറ്റ് ചെയ്യാനാണ് വെച്ചിട്ടുള്ളത്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആർ ദ ഓപ്പോസിറ്റ് എൻഡ് ഓഫ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതെ, സെൻട്രലൈസേഷനും അതേപോലെ ഡീസെൻട്രലൈസേഷനും ഓപ്പോസിറ്റ് എൻഡ്സ് തന്നെയാണ്. ഇൻ പ്രാക്ടീസ് ദർ ഇസ് നെയ്തർ കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ നോട്ട് കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ യഥാർത്ഥം നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻട്രലൈസേഷനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷനോ കാണാൻ സാധിക്കുകയില്ല. ബോത്ത് ആർ റിലേറ്റീവ് കൺസെപ്റ്റ് ബിക്കോസ് എവറി ഓർഗനൈസേഷൻ സ്ട്രക്ചർ കണ്ടെയ്ൻ ബോത്ത് ഫീച്ചേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രി. 2 കൺസെപ്റ്റും റിലേറ്റീവാണ്, കാരണം 2 കൺസെപ്റ്റ് നമുക്ക് എല്ലാ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലും കാണാൻ പറ്റും, പക്ഷേ പല ഡിഗ്രിയിലായിട്ടായിരിക്കും, പല രീതിയിലായിരിക്കും. ആബ്സൊല്യൂട്ട് സെൻട്രലൈസേഷൻ ഇസ് നോട്ട് പോസിബിൾ ആസ് ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ആബ്സൊല്യൂട്ട് സെൻട്രലൈസേഷൻ ആണെങ്കിൽ എന്തൊക്കെ അവസ്ഥ? എല്ലാ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റ് എടുക്കേണ്ടി വരും, ഡിസിഷൻസ് എല്ലാം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ദിസ് ലെഡ് ടു കൺസിഡറബിൾ കോസ്റ്റ് ആൻഡ് ഡിലേ. എന്തുകൊണ്ട് വെച്ചാൽ ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ കുറേ കോസ്റ്റും ഡിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആബ്സൊല്യൂട്ട് ഡീസെൻട്രലൈസേഷൻ ഈസ് ഓൾസോ നോട്ട് ഫീസിബിൾ. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ പറ്റില്ല. ദിസ് റിസൾട്ട് ഇൻ ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ്. അങ്ങനെ കംപ്ലീറ്റ് റൈറ്റും സബോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സബോർഡിനേറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അവിടെ എന്താ അത്യാവശ്യം? കൃത്യമായിട്ട് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഇനി 11th ക്വസ്റ്റ്യൻ ആണ് ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. കമൻറ്റ്. പ്ലാനിങ്ങും കൺട്രോളിങ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ഇൻ്റർ റിലേറ്റഡ് ടു ഈച്ച് അതർ. പ്ലാനിങ്ങും കൺട്രോളിങ് എന്താണ്? ഇൻ്റർ റിലേറ്റഡ് ആണ്. പ്ലാനിങ് സെറ്റ്സ് ദ ഗോൾ ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോളിങ് എൻഷുവർ ദർ അക്കംപ്ലിഷ്മെൻറ്റ്. പ്ലാനിങ് എന്ത് ചെയ്യുന്നു? ഗോൾ സെറ്റ് ചെയ്യുകയും ഓർഗനൈസേഷൻ അത് എന്ത് ചെയ്യുന്നു? കൺട്രോളിങ് എന്ത് ചെയ്യുന്നു? ആ സെറ്റ് ചെയ്ത ഗോളിനെ അക്കംപ്ലിഷ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. പ്ലാനിങ് ഡിസൈഡ് ദ കൺട്രോൾ പ്രോസസ് ആൻഡ് കൺട്രോളിങ് പ്രൊവൈഡ് സൗണ്ട് ബേസിസ് ഫോർ പ്ലാനിങ്. പ്ലാനിങ് ആണ് കൃത്യമായിട്ട് കൺട്രോളിങ് പ്രോസസ്സ് എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്. കൺട്രോളിങ് എന്ത് ചെയ്യും? പ്ലാനിങ്ങിന് കൃത്യമായിട്ട് ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യും. ഇൻ റിയാലിറ്റി പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ ബോത്ത് ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. റിയാലിറ്റി നോക്കുകയാണ് എന്താണ്? പ്ലാനിങ്ങും കൺട്രോളിങ് രണ്ടും എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത 12th ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ 6 സിഗ്മ കൺസെപ്റ്റ്. എന്താണ് 6 സിഗ്മ കൺസെപ്റ്റ് നോക്കാം. 6 സിഗ്മ ഈസ് എ സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഇംപ്രൂവിങ് ദ കേപ്പബിലിറ്റി ഓഫ് ബിസിനസ് പ്രോസസ്സ്. ബിസിനസ് പ്രോസസ്സിൻ്റെ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസും ടെക്നിക്സുമാണ് ഈ 6 സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. 6 സിഗ്മ ട്രൈസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് റിമൂവ് ദ കോസ് ഓഫ് ഡിഫക്റ്റ്. എന്താണ് നമ്മുടെ ഡിഫക്റ്റ് അത് മനസ്സിലാക്കി അത് ഐഡൻറ്റിഫൈ ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. Each 6 Sigma project follow a sequence of steps and has specific value target like reducing cost, increasing customer satisfaction and increasing profit etc. ഓരോ 6 സിഗ്മ പ്രൊജക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഓരോ വാല്യൂ ടാർഗറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? റെഡ്യൂസിങ് കോസ്റ്റ്, ഇൻക്രീസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ ഇൻക്രീസിങ് പ്രോഫിറ്റ്. ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള അവരുടെ
ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു മേക്ക് ഡിസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് വെരിഫിബിൾ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡ്. എപ്പോഴും അവർ എന്ത് ചെയ്യുക, അവർ ഏത് ഡിസിഷൻ എടുത്താലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെരിഫിബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്, വെരിഫൈഡ് ഡാറ്റേനെയും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അല്ലാണ്ട് ഒരിക്കലും അവർ ഒരു അസംഷൻസോ ഗസ് വർക്കോ വെച്ച് ഊഹാഭോഗം വെച്ചൊന്നും അവരൊരിക്കലും ഡിസിഷൻസ് എടുക്കുകയില്ല. അതാണ് 6 സിഗ്മ കൺസെപ്റ്റ്. അടുത്താണ് ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കൈസൺ ആൻഡ് BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കൈസൺ തമ്മിൽ ഡിഫറൻസ് നോക്കാം. BPR ഈസ് യൂഷ്വലി ലെഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്, പ്രൊജക്ട് ടീം എക്സെട്ര. BPR എപ്പോഴും നടപ്പിലാക്കുന്ന ആരാണ്? ഈ ടോപ്പ് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ പ്രൊജക്ട് ടീമെല്ലാമാണ്. വർക്കേഴ്സ് ഓഫ് ദ കമ്പനി യൂഷ്വലി ലെഡ് ദം. എന്നാൽ കൈസൻ്റെ എടുക്കുകയാണെങ്കിൽ വർക്കേഴ്സാണ് എപ്പോഴും ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ബിഗിനിങ് ആൻഡ് എൻഡ് ഈസ് ക്ലിയർ ഡിഫൈൻഡ്. BPRൻ്റെ കേസിലാണെങ്കിൽ ബിഗിനിങ്ങും എൻഡും ക്ലിയർ ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷേ കൈസൻ്റെ കേസാണെങ്കിൽ ഇവിടെ അതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്, ഒരിക്കലും അവസാനിക്കാൻ ചാൻസ് ഇല്ല. ഇറ്റ് യൂഷ്വലി ബ്രിങ് വെരി ബിഗ് ചേഞ്ചസ്. BPR ആണെങ്കിൽ വലിയ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. എന്നാൽ കൈസൺ ആണെങ്കിൽ യൂഷ്വലി ബ്രിങ്സ് ഓൺലി സ്മോൾ മെഷറബിൾ ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഇനി BPR എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് എക്സ്പെൻസീവ് ടെക്നിക്സ്, എപ്പോഴും എക്സ്പെൻസീവ് ടെക്നിക്സ് ആണ് ഉണ്ടാവുക. എന്നാൽ നമ്മുടെ കൈസൺ എടുക്കുകയാണെങ്കിൽ മറ്റ് എക്സ്പെൻസീവ് ടെക്നിക്സ് ഒന്നും അതിൽ ഉണ്ടാവാറില്ല. ഇറ്റ് മെയിൽ ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി. BPRൻ്റെ കേസാണെങ്കിൽ ടെക്നോളജിയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത്. എന്നാൽ കൈസൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടെക്നോളജി വലിയ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ല. ഈ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണോ, അതിനെപ്പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് സം ഡെഫിനറ്റ് ഗോൾ ഓർ ഒബ്ജക്റ്റീവ്. എപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഏതെങ്കിലും സ്പെസിഫിക് ഗോളോ ഒബ്ജക്റ്റീവോ അച്ചീവ് ചെയ്യുക എന്നതാണ്. ഇറ്റ് കോർഡിനേറ്റ്സ് ദ എഫേർട്ട് ഓഫ് വർക്കേഴ്സ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർക്കേഴ്സിൻ്റെയും എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്തായിരിക്കും ആ ഗോൾ അച്ചീവ് ചെയ്യുക. സക്സസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് മെഷേർഡ് ബൈ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഓർഗനൈസേഷൻ ഗോൾ ഇസ് അച്ചീവ്ഡ്. ഏതൊരു മാനേജ്മെൻറ്റ് സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർഗനൈസേഷൻ്റെ ഗോൾ എന്തോരം അച്ചീവ് ചെയ്യേണ്ടത് അതനുസരിച്ചിരിക്കും. ദ ഓർഗനൈസേഷണൽ ഗോൾ മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ബൈ ദ മാനേജേഴ്സ് ഓഫ് വേരിയസ് ലെവൽ. ഏതൊരു ഓർഗനൈസേഷൻ ഗോൾ ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഓരോ ലെവലിലുള്ള മാനേജേഴ്സിനും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കണം. ഇനി എന്താണ് അഡ്മിനിസ്ട്രേഷൻ? An organized way of managing people and things of a business organization is called management. ഏറ്റവും ഭംഗിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പീപ്പിളിനെയും തിങ്സിനെയും മാനേജ് ചെയ്യുക, അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രിങ് ആൻ ഓർഗനൈസേഷൻ ബൈ ഗ്രൂപ്പ് പീപ്പിൾ ഇസ് കോൾഡ് അഡ്മിനിസ്ട്രേഷൻ. പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രിങ് എന്നാണ് ഒരു ഓർഗനൈസേഷനെ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ എ ഗ്രൂപ്പ് പീപ്പിൾ ഇറ്റ് ഈസ് കോൾഡ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ഹൂ ഈസ് എ ഡിസിമിനേറ്റർ? ആരാ ഡിസിമിനേറ്റർ? ഡിസിമിനേറ്റർ ഈസ് വൺ ഹൂ കമ്മ്യൂണിക്കേറ്റ് പൊട്ടൻഷ്യൽ യൂസ്ഫുൾ ഇൻഫോർമേഷൻ ടു അവർ കൊളീഗ്സ് ഓർ അവർ ടീം. ഡിസിമിനേറ്റർ വെച്ച് എന്താണ്? കൃത്യമായിട്ട് യൂസ്ഫുൾ ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിനോടും കൊളീഗ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഡിസിമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദിസ് റോൾ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻ അബൌട്ട് അവർ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഗോൾ ടു ദ പീപ്പിൾ ഔട്ട്സൈഡ്. നമ്മുടെ കൊളീഗ്സിനോടും ടീം വർക്കേഴ്സും മാത്രമല്ല, അവർക്ക് എന്തുകൂടി ചെയ്യണം? അവർക്ക് ആ ഇൻഫോർമേഷൻസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഗോളിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാരിലേക്കും എത്തിക്കുകയും ചെയ്യണം. ഇനി എന്താണ് സെൽഫ് അപ്രൈസൽ? സെൽഫ് അപ്രൈസൽ ഈസ് എഫക്റ്റീവ്ലി എ സെൽഫ് പെർഫോമൻസ് റിവ്യൂ. ഇത് നമ്മുടെ സെൽഫ് പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്ന ഒന്നാണ് സെൽഫ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിനെ പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് സെൽഫ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഗീവ്സ് എംപ്ലോയീസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇൻസൈറ്റ് ടു ദെയർ ഓൺ പെർഫോമൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം എംപവേഴ്സ് ദം ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ഓൺ കരിയർ ഡെവലപ്മെൻറ്റ്. കൃത്യമായിട്ട് ഓരോരുത്തർക്ക് എന്തോരം കഴിവുണ്ട്, അവരെന്തോരം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഈ സെൽഫ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And the last question ആണ് എന്താണ് പ്രൊസീജിയൽ കോർഡിനേഷൻ? പ്രൊസീജിയൽ കോർഡിനേഷൻ റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ. കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ എന്താണെന്നും അവിടെയുള്ള റിലേഷൻഷിപ്സ് ഒക്കെ എന്തൊക്കെയാണെന്നും കാണിക്കുന്നതാണ് പ്രൊസീജിയൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കോർഡിനേഷൻ. ഇൻറ്റേർണൽ കോർഡിനേഷൻ ഒരു പാർട്ടും കൂടിയാണ് പ്രൊസീജിയൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു റിവിഷൻ ക്ലാസ് വൈൻഡപ്പ് ആവാണ്. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 മാർക്ക് ക്വസ്റ്റ്യൻസും 5 മാർക്കും 2 മാർക്കെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചാൽ തന്നെ ഒരുവിധമൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.